بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, ബഹുമാന്യനായ അജ്മൽ മദനി, റമദാനിൽ നാം കഴിഞ്ഞതും ഇനി റമദാനിൽ തുടർന്നു കൊണ്ടേയിരിക്കേണ്ടതുമായ കർമ്മങ്ങളെ സംബന്ധിച്ച് നമ്മെ ഉത്ബോധിപ്പിച്ചു. അള്ളാഹു അദ്ദേഹത്തെ നമുക്ക് പകർന്നു തന്ന വിജ്ഞാനത്തിന് അള്ളാഹു അദ്ദേഹത്തിന് തക്കതായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. മുസ്ലിം ലോകം ഇന്ന് ഒരു വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾ തന്നെ പരസ്പരം ചോദിക്കുന്ന അവസ്ഥ, എന്താണ് മുസ്ലിങ്ങൾ ഇങ്ങനെ? അവരെന്താണ് ശത്രുക്കൾ അവരെ കൊല്ലുന്നില്ല എങ്കിൽ പരസ്പരം കൊന്നും കൊലവിളിച്ചും നടക്കുന്നത്? അങ്ങനെ ദീനിനോട് എന്ത് മുസ്ലിങ്ങൾ? മുസ്ലിം നാടുകളിൽ അങ്ങ് ബാഗ്ദാദ് മുതൽ അഫ്ഗാൻ വരെയും ഇങ്ങ് ഫലസ്തീൻ മുതൽ അതേപോലെ തന്നെ സിറിയ വരെയും പ്രശ്നങ്ങളല്ലേ? എന്താണ് മുസ്ലിങ്ങൾക്ക് സംഭവിച്ചത് എന്നൊരു വേദന നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. സത്യത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ലതജിദന്ന അശദ്ദന്നാസി അദാവ, സത്യവിശ്വാസികളോട് ശക്തമായി ശത്രുത പുലർത്തുന്നവർ ലില്ലദീന ആമനു, സത്യവിശ്വാസികളോട് അൽ യഹൂദ്, ജൂതന്മാരാണ് മുസ്ലിങ്ങളോട് ഏറ്റവും കൂടുതൽ പകയും വിദ്വേഷവും മനസ്സിൽ വെച്ച് നടക്കുന്നവർ ജൂതന്മാരാണ്. വല്ലദീന അഷ്റഖു, അതിനുശേഷം മുശ്രിക്കുകളാണ്, ബഹുദൈവ വിശ്വാസികളാണ്. ഇത് നമ്മൾ ലോകത്ത് അള്ളാഹുവിൻ്റെ സൂറത്തു മാഇദയിൽ പറഞ്ഞ 82-ാമത്തെ ആയത്തിൽ പറഞ്ഞ ഈ ഒരവസ്ഥ നമ്മൾ ദർശിക്കുകയാണ്. ലോകത്തെവിടെയും മുസ്ലിം സമൂഹം ശക്തമായി മുന്നേറിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 313 ആളുകളുമായിട്ട് 1000-ഓളം വരുന്ന മുശ്രിക്കുകളെ പരാജയപ്പെടുത്തിയ ചരിത്രം, 2 കുതിരകളുമായിട്ട് 200 കുതിരകളുമായിട്ട് വന്ന മുശ്രിക്കുകളെ പരാജയപ്പെടുത്തിയ ചരിത്രം, മക്കയിൽ ഒരു സുജൂദ് ചെയ്യാനുള്ള സ്ഥലത്തിന് വേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഒരു സമയത്ത് നോക്കി നടന്നിട്ടുണ്ട്, എവിടെയാണ് സുരക്ഷിതമായി അമുസ്ലിങ്ങളും കാഫറുകളും മുഷിരിക്കുകളും അവിശ്വാസികളും കാണാതെ എവിടെയാണ് എനിക്കൊന്ന് സുജൂദ് ചെയ്യാൻ പറ്റുക എന്ന് റസൂലുള്ള ഒരു സ്ഥലം നോക്കി നടന്നിട്ടുണ്ട്. സഹാബത്ത് അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതുന്നത് വളരെ രഹസ്യമായിട്ട് ആരും കേൾക്കാതെ ആരും അറിയാതെ ഓതാൻ ശ്രമിച്ച കാലമുണ്ടായിട്ടുണ്ട് ഇസ്ലാമിന്. ആരോടും പറയാതെ ആരോടും പരസ്പരം സംസാരിക്കാതെ ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ ഈ വിശ്വാസം പരസ്യപ്പെടുത്താൻ പേടിപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനുശേഷം റസൂലുള്ള 13 വർഷത്തെ പ്രയാസകരമായ മക്ക ജീവിതത്തിന് ശേഷം ഒരു സൗകര്യത്തിന് വേണ്ടി റസൂലുള്ള മദീനയിലേക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഹിജ്റ പോയി. അവിടെ നിന്ന് തുടങ്ങി ഈ ദീനിൻ്റെ വളർച്ച. മക്കയിൽ ആരോരുമില്ലാതെ ആരും സഹായിക്കാനില്ലാതെ സുജൂദ് ചെയ്യാൻ സുരക്ഷിതമായി സുജൂദ് ചെയ്യാൻ ഒരു സ്ഥലമില്ലാതെ മദീനയിലേക്ക് പുറപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനക്കാര് തലഅൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ വിദാഇ എന്നുള്ള പാട്ടുപാടി സ്വീകരിച്ചുകൊണ്ട് മദീനയുടെ അതിർവരമ്പുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സ്വീകരിച്ചു. ഇസ്ലാം വളർന്നു. ആളുകളിൽ നിന്ന് ആളുകളിലേക്ക്, കുടുംബങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക്, ഗോത്രങ്ങളിൽ നിന്ന് ഗോത്രങ്ങളിലേക്ക്, ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക്, നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ഇസ്ലാം വളർന്നു. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിപ്പിച്ചു കൊടുത്ത സഹാബത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയച്ചു. എന്തിന്? യമനിൽ ജനങ്ങളെ ദീൻ പഠിപ്പിക്കാൻ, ദീനിലേക്ക് ക്ഷണിക്കാൻ. അതിനു മുമ്പ് മിസ്അബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് അയച്ചിരുന്നു. റസൂലുള്ളാഹിന്റെ ആഗമനത്തിന് മുമ്പ് മദീനയിലെ ജനങ്ങളെ ദീന് പഠിപ്പിക്കാൻ. സഹാബത്ത് ഒട്ടകപ്പുറത്ത് ഈ കാണുന്ന ചൂടിൽ മണലാരണ്യങ്ങളിൽ നിന്ന് മണലാരണ്യങ്ങളിലേക്ക് ആരോരുമില്ലാത്ത അവസ്ഥയിൽ ഈ ദീനിന്റെ പ്രചാരകന്മാരായി മാറി. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 63-ാമത്തെ വർഷം മരിക്കുമ്പോൾ, 23 വർഷം ഈ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞ് മരിക്കുമ്പോൾ അങ്ങ് മക്കയിൽ തിരിച്ചെത്തി. ഒരിറ്റ് സ്ഥലത്തിന് വേണ്ടി സുജൂദ് ചെയ്യാൻ ഒരു സ്ഥലമില്ലാതിരുന്ന മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം അതിജയിച്ചടക്കി. മക്കം ഫതഹിലൂടെ, മക്ക വിജയത്തിലൂടെ അങ്ങ് അറഫയിൽ വെച്ച്, മക്കയുടെ അടുത്ത് കിടക്കുന്ന അറഫയിൽ വെച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ പ്രസംഗം നടത്തി. ദുൽഹജ്ജ് 9 അള്ളാഹുവിൻ്റെ റസൂലിനെ മക്ക അതിജയിച്ചു. മദീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിജയിച്ചടക്കി. സഹാബത്ത് പോയിടത്തൊക്കെ ഇസ്ലാമിൻ്റെ ഈ വ്യാപനം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു. അവരുടെ ചിട്ടകൾ, അവരുടെ വട്ടങ്ങൾ, ഈ ആദർശത്തിൻ്റെ മഹത്വം, അതുകൊണ്ടാണ് ഈ ദീന് വളർന്നത്. സഹാബത്തിന് ആരെയും സഹായിക്കാൻ അവർ തന്നെ പട്ടിണിപ്പാവങ്ങളായതുകൊണ്ട് ആർക്കെങ്കിലും കാശ് കൊടുത്തല്ല അവരൊന്നും ഈ ദീന് വളർത്തിയത്. ആർക്കെങ്കിലും ഇവിടെ പ്രചരിപ്പിക്കപ്പെടാറുണ്ട് ഇസ്ലാം കാശ് കൊടുത്ത് വളർത്തുന്നു. പെട്രോൾ ഡോളറുകൾ കൊണ്ടാണ് ഇസ്ലാമിൻ്റെ സംവിധാനം ലോകത്തേക്ക് വ്യാപിപ്പിക്കുന്നത് എന്ന് പ്രചരിപ്പിക്കുന്ന കുപ്രചാരകന്മാരുണ്ട്. പക്ഷേ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത സഹാബത്ത് അവരെങ്ങനെയാണ് യമനിലെയും മദീനയിലെയും മക്കയിലെയും പാവപ്പെട്ടവരെ സഹായിക്കാൻ കഴിയുക? ഈജിപ്തിലെയും സിറിയയിലെയും ബാഗ്ദാദിലെയും അക്കാലത്തുണ്ടായിരുന്ന പാവപ്പെട്ടവർക്ക് കാശ് കൊടുത്തുണ്ടാക്കിയതല്ല ഈ ദീൻ ഉണ്ടാക്കിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള കലിമത്ത് തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ അതവരുടെ ജീവിതത്തിൽ പകർത്തി. അതവർ ഉച്ചൈസ്തരം പറഞ്ഞു. അതിനുവേണ്ടി പോരാടേണ്ടിടത്ത് പോരാടി, നിലനിൽക്കേണ്ടിടത്ത് നിലനിന്നു. ആദർശത്തോടും ആർജവത്തോടും ഊർജത്തോടും കൂടി സഹാബത്ത് പ്രവർത്തിച്ചു. അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് എന്ന് ഇവിടെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു മുമ്പ് പറഞ്ഞിരുന്നു, സഹാബത്തെ, ഈ ദീൻ ഇവിടം കൊണ്ട് നിൽക്കില്ല. ഈ ദീന് മക്കയിലും മദീനവും കൊണ്ട് നിൽക്കില്ല. ഇത് കിസ്റയുടെ കൊട്ടാരത്തിലെത്തും, കൈസറിന്റെ സാമ്രാജ്യത്തിലെത്തും, അങ്ങ് റോമിലെത്തും ഇത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരോരുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് വഹയിലൂടെ പറഞ്ഞ ആ പ്രവചനങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് വീണ്ടും ഇസ്ലാമിൻ്റെ വ്യാപനം നടക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമിച്ച സൈന്യാധിപന്റെ നേതൃത്വത്തിൽ സൈന്യത്തെ വിട്ടു. അതേപോലെ തന്നെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിന്റെ സർവ്വ സൈന്യാധിപനായി നിയമിച്ചു. ഖാലിദ് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണൽ തട്ടുകളിൽ നിന്ന് മണൽ തട്ടുകളിലേക്ക്
മുകളിൽ ആകാശവും കത്തിയെറിയുന്ന സൂര്യനും താഴെ ശക്തമായ വെയിലും ചൂടും പ്രയാസവും സഹിച്ച് പ്രയാസങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിലേക്ക്, മരുഭൂമികളിൽ നിന്ന് മരുഭൂമികളിലേക്ക്, നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെയും നേതൃത്വത്തിൽ ഇസ്ലാമിൻ്റെ സൈന്യം നീങ്ങുകയാണ്. അവർ സഹിക്കുകയാണ് ഇസ്ലാമിന് വേണ്ടി, അവർ സഹിക്കുകയാണ് ഇസ്ലാമിന് വേണ്ടി. ഖാലിദ് ഒരു ഇസ്ലാമിൻ്റെ പ്രദേശത്ത് ചെല്ലും, ഒരു അമുസ്ലിം പ്രദേശത്ത് ചെല്ലും. അമുസ്ലിം പ്രദേശത്ത് ചെന്ന് ഉടനെ തന്നെ ഖാലിദ് ആ പ്രദേശത്തിലേക്ക് കടക്കില്ല, അതിൻ്റെ അതിരുകളിൽ നിൽക്കും. ഖാലിദ് ബിൻ വലീദ് റസൂലുള്ളാഹിന്റെ സഹാബി, റസൂലുള്ളാഹിന്റെ ബഹുമാനപ്പെട്ട പ്രിയമാക്കപ്പെട്ട സഹാബി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അമുസ്ലിങ്ങൾക്ക് ഒരു കത്ത് കൊടുത്തേക്കും. അവിടുത്തെ അമുസ്ലിം ഭരണാധികാരിക്ക്, ഞാൻ ഖാലിദ് ബിൻ വലീദ്, ഇസ്ലാമിൻ്റെ ഖലീഫ അബൂബക്കർ സിദ്ദീഖിൻ്റെ സർവ്വ സൈന്യാധിപൻ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ രാജ്യം അമുസ്ലിങ്ങളുടെ രാജ്യമാണ്. ഈ ലോകമെന്ന് പറയുന്നത്, ഈ ഭൂമി എന്ന് പറയുന്നത്, ആകാശം എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് ഈ രാജ്യത്ത് അള്ളാഹുവിനെ ആരാധിക്കണം. അള്ളാഹു അല്ലാത്തവർ ഇവിടെ ആരാധിക്കപ്പെടുകയും ഈ ഭൂമിയും ലോകവും അതേപോലെ തന്നെ ഈ പ്രപഞ്ചവും സൃഷ്ടിച്ച അള്ളാഹുവിനെ മാറ്റി നിർത്തി മറ്റുള്ള സൃഷ്ടികളെ ഇവിടെ ആരാധിക്കപ്പെടുകയും ചെയ്യുന്നു. പറ്റില്ല, ഇവിടെ അള്ളാഹുവിനെ ആരാധിക്കണം. ആ ഭരണാധികാരി അത് സ്വീകരിച്ചാൽ ഇസ്ലാമിൻ്റെ സൈന്യം സുഖമായി അവിടെ സഞ്ചരിക്കും. രണ്ടാമത് പറയും, ആ ഭരണാധികാരി അത് നിഷേധിക്കുകയാണെങ്കിൽ അവരോട് പറയും, ഇല്ല ഞങ്ങളത് നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയോട് പറയും, അള്ളാഹുവിൻ്റെ നിയമമനുസരിച്ച് അള്ളാഹുവിനെ ആരാധിക്കാൻ കൂട്ടാക്കാത്ത താൻ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അധികാരം കൈയാളാൻ പാടില്ല. താൻ ഭരണരംഗത്ത് നിന്ന് ഇറങ്ങണം, ഞങ്ങൾ കയറും, ഈ രാജ്യം ഭരിക്കും എന്ന് പറയുമ്പോൾ അതിനും വിസമ്മതിച്ചാൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൽപ്പന കേട്ടുള്ള ഖുലഫാഉർ റാഷിദുകളുടെ സർവ്വ സൈന്യാധിപൻ പറയും, എങ്കിൽ ഈ രണ്ട് സന്ധ്യാ സംഭാഷണങ്ങളും നിങ്ങൾ സ്വീകരിക്കില്ല എങ്കിൽ ഈ വാള് തീരുമാനിക്കും കാര്യങ്ങൾ. ഇസ്ലാമിൻ്റെ യുദ്ധം തുടങ്ങും. പെണ്ണുങ്ങളെ ഉപദ്രവിക്കില്ല, കുട്ടികളെ വേദനിപ്പിക്കില്ല, മരങ്ങളെ മുറിക്കില്ല, അതേപോലെ തന്നെ മഠങ്ങളും അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ഒന്നും ആക്രമിക്കില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിൽ ആ യുദ്ധം അതിൻ്റെ ധർമ്മത്തോടും നീതിയോടും കൂടി ചെയ്യും. അങ്ങനെ ഇസ്ലാം വ്യാപിച്ചു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ സർവ്വ സൈന്യാധിപത്യത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശക്തിയുടെയും മുന്നിൽ ലോകം വെറുങ്ങലിച്ചു. പേർഷ്യൻ സാമ്രാജ്യം പറച്ചു, റോം പറച്ചു, അതേപോലെ തന്നെ അന്നുണ്ടായിരുന്ന സാമ്രാജ്യത്തെ ശക്തികൾ എന്ന് പറയുന്നവരൊക്കെ പറച്ചു. എന്നിട്ടോ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ നേരിടാൻ അന്നത്തെ പേർഷ്യൻ ചക്രവർത്തി യസ്ദജർദ് എന്ന് പറയുന്ന ഒരു സർവ്വ സൈന്യാധിപനെ കൊണ്ടുവന്നു. ലോകം അറിയപ്പെട്ടവനാണ്. ഖാലിദിനെ മലർത്തിയടിക്കണം. ഖാലിദിന്റെ ഈ തേരോട്ടം, ഇസ്ലാമികന്റെ ഈ വിജയം അവസാനിപ്പിക്കാൻ വേണ്ടി യസ്ദജർദിനെ കൊണ്ടുവന്നു. യസ്ദജർദ് അന്ന് ലോകമറിയപ്പെട്ട പോരാളിയാണ്, ലോകമറിയപ്പെട്ട കഴിവുള്ള ഭടനാണ്. അദ്ദേഹവുമായിട്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പോരാടി. രണ്ടാമത്തെ നീക്കത്തിൽ തന്നെ യസ്ദജർദ് എന്ന് പറയുന്ന ഈ പോരാളിയെ റഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ഈ പോരാളിയെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പരാജയപ്പെടുത്തി. ഇസ്ലാമിക സാമ്രാജ്യം വികസിക്കുന്നു. എവിടെയൊക്കെ ഖാലിദ് സൈന്യവുമായിട്ട് പോകുന്നു, അബൂബക്കറിൻ്റെയും അവയെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും കാലത്ത് വിജയിച്ചടക്കുകയാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അങ്ങ് സൈന്യവുമായിട്ട് പുറത്താണ്. ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങ് മദീനത്ത് മരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിച്ച വിവരം മാസങ്ങൾക്ക് ശേഷമാണ് ഖാലിദ് ബിൻ വലീദ് അറിയുന്നത്. ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരമേറ്റെടുത്തു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരമേറ്റെടുത്ത് മിമ്പറിൽ കയറി. ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിന് ശേഷം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സിദ്ദീഖുൽ അക്ബറിന് ശേഷം നിങ്ങളുടെ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ നടപ്പാക്കുകയാണ്. അതിലൊന്നാമത്തെ കാര്യം, ഇസ്ലാമിൻ്റെ സർവ്വ സൈന്യാധിപനായ ഖാലിദ് ബിൻ വലീദിനെ ഞാനിതാ തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്നു എന്നുള്ളതായിരുന്നു. അത് കേട്ടൊരു ചെറുപ്പക്കാരൻ ഉമർ ബിൻ ഖത്താബിൻ്റെ പള്ളിയിൽ നിന്ന് ചോദിച്ചു, ഇസ്ലാമിന് പോയിടത്തൊക്കെ ഇസ്ലാമിൻ്റെ വെന്നിക്കൊടി പാറിക്കുന്ന, വിജയക്കൊടി പാറിക്കുന്ന ഖാലിദിനെ നീക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ
ഉമർ ബിൻ ഖത്താബ് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ചെറുപ്പക്കാരാ, നീ ചെറുപ്പമാണ്, നിന്റെ മനസ്സ് ചെറുപ്പമാണ്, നീ അവിടെ ഇരിക്ക്, നീ അത് ചോദ്യം ചെയ്യാൻ ആളല്ല എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരനെ അവിടെ ഇരുത്തി. ഭടന്റെ അടുത്ത് ഉമർ ബിൻ ഖത്താബ് ദൂതന്റെ അടുത്ത് കത്ത് കൊടുത്തയച്ചു. മാസങ്ങൾക്ക് ശേഷം ഇതുപോലെ ഒട്ടകപ്പുറത്ത് കയറി മാസങ്ങൾക്ക് ശേഷം ഖാലിദിന്റെ അടുത്ത് കത്ത് കിട്ടി. ആ കത്തിലെ ഒന്നാമത്തെ വാചകം, മാത അബൂബക്കർ സിദ്ദീഖ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് മരിച്ചു. അത് കേട്ടപ്പോൾ ഖാലിദ് ഇബ്നു വലീദ് പറയുന്നു, റഹിമല്ലാഹു അബൂബക്കർ, അബൂബക്കറിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ വാചകം, ഖാലിദ് ഇബ്നു വലീദിനെ ഇസ്ലാമിക സർവ്വ സൈന്യാധിപത്തിൽ നിന്ന് നീക്കിയിരിക്കുന്നു. ഇസ്ലാമിന്റെ സർവ്വ സൈന്യാധിപൻ. ആളുകൾക്കന്ന് ആ ഖാലിദ് ആവേശമാണ്. ആ ഖാലിദ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആവേശമാണ്. ഇസ്ലാമിന്റെ ഭടന്മാർക്ക് രക്തവും ചോരയും കൊടുക്കാൻ തയ്യാറുള്ള, ഇസ്ലാമിന് വേണ്ടി രക്തവും ചോരയും കൊടുക്കാൻ തയ്യാറുള്ള ഇസ്ലാമിന്റെ ഭടന്മാർക്ക് ഖാലിദിന്റെ സർവ്വ സൈന്യാധിപത്യം ഇഷ്ടമാണ്. ഖാലിദിന്റെ കീഴിൽ പോരാടാൻ അവർക്ക് താല്പര്യമാണ്. ആ ഖാലിദിനെ മാറ്റിയിട്ട് അബൂ ഉബൈദത്തുൽ ജറാഹ് എന്ന് പറയുന്ന സാധാരണ ഒരു പട്ടാളക്കാരനെ ഇസ്ലാമിന്റെ സർവ്വ സൈന്യാധിപനായി നിയമിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാമിന് വേണ്ടി പോരാടിയ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പോരാടിയ, ദീനിന് വേണ്ടി പോരാടിയ ഖാലിദ് ബിൻ വലീദ് ഉടനെ തന്നെ അബൂ ഉബൈദത്തുൽ ജറാഹക്ക് പതാക കൊടുത്തു. ഖാലിദിന്റെ കീഴിലെ സാധാരണ ഭടനാണ്. ചില ആളുകൾ, മനസ്സിന് രോഗമുള്ള ചില ആളുകൾ ഖാലിദിന്റെ അടുത്ത് ചെന്നു, ഖാലിദേ, അത് ശരിയായോ ഉമർ ചെയ്തത്? ഉമർ ചെയ്തത് ശരിയായില്ലല്ലോ, താങ്കൾക്ക് എന്താണ് ഒരു കുഴപ്പം? പോയിടത്തൊക്കെ താങ്കൾ ജയം കൊണ്ടല്ലേ തിരിച്ചു വരുന്നത്, താങ്കൾക്ക് എന്താണ് കുഴപ്പം എന്ന് ചോദിച്ച് രോഗാതുരമായ ആളുകൾ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കാനും കുഴപ്പമുണ്ടാക്കാനും ശ്രമിച്ചപ്പോൾ ഖാലിദ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ ഖത്താബിന്റെ മകൻ ഉമർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖാലിദ് അത് സ്വീകരിക്കും. കാരണം ഖാലിദ് ഒരിക്കലും യുദ്ധം ചെയ്തത്, ഖാലിദ് ഒരിക്കലും ഇസ്ലാമിന്റെ മാർഗത്തിൽ ജയിച്ചത് ഖാലിദിന്റെ ശക്തിയല്ല, ഖാലിദിന്റെ തന്ത്രമല്ല, അള്ളാഹുവിന്റെ തന്ത്രമാണ്. ഖാലിദിന്റെ ഈമാനിന്റെ പിന്നിലുള്ളത് അള്ളാഹുവിന്റെ തൗഫീഖാണ്. എൻ്റെ പിന്നിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കാൻ വരണ്ട. അബൂ ഉബൈദത്തുൽ ജറാഹിന് ഞാനിതാ പതാക കൊടുക്കുന്നു. അബൂ ഉബൈദയുടെ പിന്നിൽ ഒരു സാധാരണ ഭടനായി ഞാൻ പോകാൻ തയ്യാറാണ്. അതാണ് ഇസ്ലാമിന്റെ നേതാക്കന്മാരുടെ ക്വാളിറ്റി. ഈ അധികാരവും ഈ സ്ഥാനവും ഈ നേതൃത്വവും ഈ ബഹുമാനവും ഈ ആദരവും ഒന്നുമില്ലെങ്കിലും ഒരു സാധാരണക്കാരായി പ്രവർത്തിക്കാൻ മുസ്ലിം നേതാക്കൾക്ക് കഴിഞ്ഞാൽ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ മാനസികാവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹത്തിലെ നീങ്ങുകയാണെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നു. അബൂ ഉബൈദ നീങ്ങി. അബൂ ഉബൈദ സൈന്യവുമായിട്ട് നീങ്ങിയപ്പോൾ തുടക്കത്തിൽ തന്നെ ശത്രുക്കൾ അദ്ദേഹത്തെ വളഞ്ഞു. അദ്ദേഹത്തിന്റെ സൈന്യത്തിന് വലത്തോട്ടും ഇടത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും നീങ്ങാൻ കഴിയുന്നില്ല. ഖാലിദിന്റെ തന്ത്രങ്ങളും കഴിവുകളും ശക്തിയും കഴിവും അബൂ ഉബൈദക്കില്ല. അദ്ദേഹത്തിന് ഖാലിദ് ഇബ്നു വലീദിന് വിവരം കിട്ടി, അബൂ ഉബൈദ ഈ രൂപത്തിൽ പ്രയാസത്തിൽ പെട്ടിട്ടുണ്ട്, അനുഭവിക്കട്ടെ, എന്നെ മാറ്റിയതല്ലേ, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഖാലിദ് ഇബ്നു വലീദ് നിന്നില്ല. ഇസ്ലാമിന്റെ സഹാബികൾ, റസൂലുള്ളാഹിന്റെ സഹാബത്ത് ഒരിക്കലും ശത്രുക്കളുടെ കൈകളാൽ വധിക്കപ്പെടരുത് എന്നുള്ള നിലക്ക്, ഇസ്ലാം ഒരിക്കലും പരാജയപ്പെടരുത് എന്നുള്ള നിലക്ക് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അവിടെ ഓടിയെത്തി. അവിടെ വീണ്ടും വിജയമുണ്ടായി. ഇസ്ലാമി വികസിച്ചു. പോകുന്നിടത്തെല്ലാം ഇസ്ലാമിന്റെ വിജയം. ഖാലിദ് ഇബ്നു വലീദിന്റെ കാലശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷവും ഇസ്ലാം വികസിച്ചപ്പോ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ശത്രുക്കളായ ജൂതന്മാർക്കത് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല, അവർക്കത് സഹിക്കാൻ കഴിയുന്നില്ല. യഅരിഫൂനഹും കമാ യഅരിഫൂന അബ്നാഅഹും. ജൂതനറിയാം, നസാറാക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അറിയാം, അവരുടെ മക്കളെ അറിയുന്നത് പോലെ അവർക്കറിയാം ഈ ദീന് സത്യമാണെന്ന്. അവരുടെ ഓരോ മക്കളെയും അവർക്കറിയുന്നത് പോലെ അവർക്കറിയാം ഈ ദീന് സത്യമാണെന്ന്. അതുകൊണ്ട് തന്നെ ജൂതൻ പ്രവർത്തിക്കാൻ തുടങ്ങി. ജൂതന്റെ പ്രവർത്തനം ഇന്ന് തുടങ്ങിയതല്ല. ഗാസയിലെ മുസ്ലിങ്ങള് 1700ഓളം മുസ്ലിങ്ങള് കൂട്ടക്കശാപ്പ് ചെയ്ത് ഇന്ന് 2014 തുടങ്ങിയതല്ല ജൂതന്റെ പ്രവർത്തനം. ജൂതന്റെ പ്രവർത്തനം തുടങ്ങി. സക്കരിയ നബിക്കെതിരെ ജൂതൻ പ്രവർത്തിച്ചു. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരു ഭാഗത്ത് കുഴിച്ചിട്ട് അങ്ങ് നെറുകയിൽ നിന്ന് 2 ഭാഗമാക്കി വാളുകൊണ്ട് കീർന്നു ജൂതൻ. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജൂതനെ പേടിച്ച് മരപ്പത്തിൽ ഒളിച്ചപ്പോ ആ മരവുമായിട്ട് ഈർന്നു കളഞ്ഞു യഹ്യാ നബിയെ.
പ്രവാചകന്മാരെ ഈ രൂപത്തിൽ ക്രൂശിച്ചു ജൂതന്മാർ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹുവിൻ്റെ റസൂല് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ കാലത്തും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ വരുമ്പോൾ ആ പ്രവാചകന്മാരെ ഭത്സിക്കുകയും ആ പ്രവാചകന്മാരെ ആക്ഷേപിക്കുകയും ആ പ്രവാചകന്മാരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് ജൂതന്റെ തന്ത്രമാണ്. ആ തന്ത്രമാണ് ജൂതൻ 25-ാമത്തെ വയസ്സിൽ ഖദീജയുടെ റളിയല്ലാഹു അൻഹയുടെ കച്ചവടക്കാരനായിട്ട് മുഹമ്മദ് എന്ന അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി അബ്ദുള്ളയുടെ മകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രവാചകനായിട്ടില്ല. അദ്ദേഹം ഷാമിലേക്ക് കച്ചവടത്തിന് പോയി. റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഒരു കലയുണ്ടായിരുന്നു. റസൂലുള്ളാഹിയുടെ ആ കല കണ്ട ഒരു വേദപണ്ഡിതൻ പറഞ്ഞു, ഇത് പ്രവാചകത്വത്തിന്റെ കലയാണ്. ഇദ്ദേഹം മക്കയിൽ വരാനുള്ള പ്രവാചകനാണ്. ഇദ്ദേഹത്തെ ജൂതന്മാർ കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ആളുകളോട് പറയണം, ജൂതന്മാർ ഇദ്ദേഹത്തെ കൊല്ലാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഇദ്ദേഹത്തിന്റെ സംരക്ഷകരോട് പറയണം. മൈസർ ചെന്ന് പറഞ്ഞു, ഞാനിങ്ങനെ കണ്ടു, മുഹമ്മദിനെ സംബന്ധിച്ചൊരു വേദപണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അബൂ താലിബ് കണ്ണിലെണ്ണയൊഴിച്ച് അദ്ദേഹത്തിന്റെ മരണം വരെ 8-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്ദുൽ മുത്തലിബെ ഏൽപ്പിച്ച് അദ്ദേഹത്തിന്റെ മരണം വരെ സംരക്ഷിച്ചു കൊണ്ടിരുന്നു. ജൂതന്മാർ പരവരുടെ പരിപാടി നിർത്തിവെച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കൽ ഒരു ജൂതപ്പെണ്ണ് വിരുന്നിന് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ട തുടയിറച്ചി ആ സദ്യയിൽ വിളമ്പി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ സഹാബി അതിൽ നിന്നൊരു കഷ്ണം കഴിച്ചപ്പോഴേക്കും അവിടെ തന്നെ മരിച്ചു വീണു, ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിക്കാൻ ആ സഹാബിയുടെ മരണം കണ്ടപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിക്കാതിരുന്നു. ആ തുടയിറച്ചിയിൽ ഈ ജൂതപ്പെണ്ണ് വിഷം പുരട്ടിയിരുന്നു. നാവിൽ തൊട്ടാൽ അപ്പോൾ തന്നെ മരിച്ചു വീഴാൻ പാകത്തിലുള്ള വിഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സംരക്ഷിച്ചു. കാലങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ഉമ്മയുടെ വീട്ടിൽ മരിക്കാൻ കിടക്കുമ്പോൾ മരണത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, ആ ജൂതപ്പെണ്ണ് തന്ന വിഷത്തിന്റെ ആ വേദന ഞാനിപ്പോൾ ഈ മരണത്തിന്റെ സമയത്തും അനുഭവിക്കുന്നു ആയിഷ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എല്ലാ നിലക്കും കുതന്ത്രങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായിട്ട് ജൂതന്മാർ എല്ലാ കാലത്തും മുസ്ലിങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ ഇസ്ലാം പരാജയപ്പെട്ടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരാജയപ്പെട്ടില്ല. ഇനിയും പരാജയപ്പെടില്ല. അള്ളാഹുവിൻ്റെ ഈ പ്രകാശം തച്ചുകെടുത്താൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. ഉമർ ബിൻ ഖത്താബിന്റെ കാലം കഴിഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലം വന്നപ്പോൾ ജൂതന്മാർ പ്രവർത്തനം തുടങ്ങി. ജൂതന്മാർക്കൊരു സ്വഭാവമുണ്ട്. അവർ ശക്തിയുള്ള കാലത്ത് ബയണറ്റുകൾ കൊണ്ടും അതേപോലെ തന്നെ തോക്കുകൾ കൊണ്ടും മുസ്ലിങ്ങളെ നേരിടും. അവർക്ക് ശക്തിയില്ലാത്ത കാലത്ത് അവർ ചെയ്യുന്നത് എന്താ? മുസ്ലിങ്ങൾക്കിടയിൽ രാഷ്ട്രീയവും മതപരവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതാണ് ജൂതന്റെ തന്ത്രം. അന്ന് അവർക്ക് ശക്തിയില്ല. ഇസ്ലാമിനെ നേരിടാൻ ഖാലിദ് ബിൻ വലീദിനെ പോലെയുള്ള സർവ്വസൈന്യാധിപന്മാരെ നേരിടാൻ അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ ബിൻ ഖത്താബിനെയും പോലെയുള്ള സത്യവിശ്വാസികളായ റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ നേരിടാൻ ഉസ്മാൻ ബിൻ അഫ്ഫാനും അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ ഇവരെ ഒന്നും നേരിടാൻ അവർക്ക് ശക്തിയില്ലാത്തപ്പോൾ അവർ കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങി മുസ്ലിങ്ങൾക്കിടയിൽ രാഷ്ട്രീയ പ്രശ്നമുണ്ടാക്കാൻ. എന്നെയും നിങ്ങളെയും തെറ്റിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താ? ഖുർആൻ കൊണ്ട് നമ്മളെ തെറ്റിക്കാൻ കഴിയില്ല, സുന്നത്ത് കൊണ്ട് തെറ്റിക്കാൻ കഴിയില്ല. മറിച്ച് രാഷ്ട്രീയത്തിന്റെ പേരിൽ എന്നെയും നിങ്ങളെയും എത്രയും പെട്ടെന്ന് തെറ്റിക്കാൻ കഴിയും. അവർ പറഞ്ഞു, ഉമർ മരിച്ചു, അബൂബക്കറും മരിച്ചു, റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കും അധികാരം കിട്ടിയില്ലല്ലോ. വെറുതെ ഒരു വർത്തമാനം പറഞ്ഞിടുകയാണ്. ആ വർത്തമാനം പിന്നെ അത് ഏഷണിക്കാരും പരദൂഷണക്കാരും മനസ്സിൽ വിശ്വാസമില്ലാത്തവനും അത് ഏറ്റെടുക്കും, അത് പ്രചരിപ്പിക്കും. നബി മരിച്ചു, നബിൻ്റെ പേരക്കുട്ടിയല്ലേ, നബിൻ്റെ മരുമകനല്ലേ അലി, അബൂ താലിബിൻ്റെ മകനല്ലേ, ഖുറൈശി കുടുംബത്തിൽ ജനിച്ചവനല്ലേ, നബിയെ സഹായിച്ചവനല്ലേ, എന്തേ അലിക്ക് അധികാരം കൊടുത്തില്ല? അബൂബക്കറും ഉമറും എന്തേ തട്ടിയെടുത്തു? ചില ആളുകളൊക്കെ ആ വർത്തമാനം സ്വാധീനിച്ചു. അബ്ദുല്ലാഹിബിൻ സബ എന്ന് പറയുന്ന മുസ്ലിം വേഷം ധരിച്ച ഈ ജൂതൻ ഈ വർത്തമാനം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടേയിരുന്നു. അന്നാണ് ഷിയായിസത്തിൻ്റെ ഉത്ഭവം. മുസ്ലിം ലോകത്തെ ഒന്നാമത്തെ വിഭജനം, ഷിയായിസത്തിൻ്റെ വിഭജനം നടക്കുന്ന കാലമാണത്.
അബ്ദുല്ലാഹിബ്നു സബൈൻ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അവന്റെ തല വെട്ടാൻ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയും സഹാബത്ത് അതിന്റെ പേരിൽ വെട്ടണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ തെഹ്റാനിലേക്ക്, ഇറാനിലേക്ക് നാട് കടത്തുകയും ചെയ്തു. ഈ അബ്ദുല്ലാഹിബ്നു സബൈനെ മുസ്ലിം ലോകം ലഅനത്തുല്ലാഹി അലൈഹി എന്ന് ചൊല്ലുമ്പോൾ ഷിയാ ലോകം റഹ്മത്തുല്ലാഹി അലൈഹി എന്ന് ചൊല്ലുന്നു. ആ വിഭജനം അന്ന് തുടങ്ങിയതാണ്, ജൂതനുണ്ടാക്കിയ വിഭജനം. ആ വിഭജനം അലി ഇബ്നു അബീ താലിബിന്റെ കാലമെത്തിയപ്പോഴേക്കും മുസ്ലിങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യുന്ന, ഒന്നിച്ച് യുദ്ധത്തിന് പോയിരുന്ന സഹാബത്തിന്റെ മനസ്സുകൾ വിഭജിക്കുന്നവിടത്തേക്ക് എത്തിപ്പെട്ടു. കാലങ്ങൾ കഴിഞ്ഞു, മുസ്ലിങ്ങൾക്ക് ഉയർച്ചയും താഴ്ചയും ഉണ്ടായി. ജൂതന്മാർ എല്ലാ കാലത്തും മുസ്ലിങ്ങളെ ഈ രൂപത്തിൽ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു. ശക്തിയുള്ള കാലത്തൊക്കെ ബോംബറുകൾ ഉപയോഗിച്ചും ശക്തിയില്ലാത്ത കാലത്തൊക്കെ ഈ രൂപത്തിലുള്ള ആദർശത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ, ദുർവ്യാഖ്യാനത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചും ഈ പ്രവർത്തനം ഷിയായിസത്തിലൂടെ ലോകത്ത് നടപ്പാക്കിക്കൊണ്ടേയിരുന്നു. ഇന്നും അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ലതജിദന്ന അശദ്ദന്നാസി അദാവ, നിനക്ക് കാണാൻ കഴിയും, നീ കാണുക തന്നെ ചെയ്യും, അശദ്ദന്നാസി അദാവ ലില്ലദീന ആമനു, സത്യവിശ്വാസികളോട് ഏറ്റവും വെറുപ്പുള്ളവൻ അൽ യഹൂദ്, ജൂതനാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലോകം, നിങ്ങൾ നോക്ക്, ജൂതന്മാരുടെ പരിപാടി എന്താ? 100 ചില്ലാനം പ്രോട്ടോക്കോളുകളുണ്ട് ജൂതന്മാർക്ക്. അൽ പ്രോട്ടോക്കോളാത്ത് സഹയൂനിയ, സയനിസ്റ്റുകളുടെ 100 ചില്ലാനം പ്രോട്ടോക്കോൾ, അവരുടെ കാര്യങ്ങൾ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നെന്താ? ബാങ്കുകളുടെ തലപ്പത്ത് കയറിയിരിക്കുക, ബാങ്കുകൾ നമ്മൾ കയ്യിൽ പിടിക്കുക. അപ്പോൾ രാജ്യങ്ങൾ നമ്മളടുത്ത് വായ്പക്ക് വരും. ജനങ്ങളുടെ സമ്പത്ത് നമ്മുടെ കയ്യിൽ പിടിച്ചെടുത്ത് ജനങ്ങളെ ആ ബാങ്കുകളിലൂടെ നിയന്ത്രിക്കുക. ഇത് ജൂതൻ്റെ തന്ത്രമാണെന്ന് ലോകത്തെ എല്ലാ ബാങ്കേഴ്സും, ബാങ്കുകളുടെ തലപ്പത്തുള്ളവരും ജൂതന്മാരാണ്. മീഡിയകളുടെ മുന്നിൽ മീഡിയകൾ കൈക്കലാക്കുക. റോയിട്ടർ, അതേപോലെ തന്നെ ഈ പറയുന്ന എല്ലാ പള്ളിയിൽ വെച്ച് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ എല്ലാ ചാനലുകളുടെയും തലപ്പത്ത് ജൂതതന്ത്രങ്ങളാണ്. അതുകൊണ്ടാണ് താടിക്കാരനെ കാണുമ്പോൾ യൂറോപ്പുകാരൻ പറയുന്നു ഇവൻ തീവ്രവാദിയാണ്. അത് മീഡിയ ഉണ്ടാക്കി കൊടുത്തതാണ്. തീവ്രവാദം മുസ്ലിങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് ഈ പ്രവർത്തനം ജൂതന്മാർ നടത്തുകയാണ്. അതേപോലെ തന്നെ മുസ്ലിം രാജ്യങ്ങളിൽ സ്പോർട്സും അതേപോലെ തന്നെ സംഗീതവും വ്യാപകമാക്കുക എന്നുള്ളത് ജൂതന്മാരുടെ പ്രോട്ടോക്കോളുകളിലും നിയമങ്ങളിലും പെട്ടതാണ്. എല്ലാ കാലത്തും അങ്ങനെയാണ്. മുസ്ലിങ്ങൾ 700 കൊല്ലക്കാലം സ്പെയിൻ ഭരിച്ചു. ആ സ്പെയിനിലൊരു കഥ പറയാറുണ്ട്. ആ സ്പെയിനിൽ ഒരു ക്രിസ്ത്യൻ രാജാവ് സ്പെയിനിനെ തകർക്കാൻ വേണ്ടി ചാരന്മാരെ അയച്ചു. ആ ചാരൻ സ്പെയിനിൻ്റെ കവാടം കടന്ന് മുന്നിലോട്ട് പോയപ്പോൾ, ഇന്ന് സ്പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുട്ബോളിൽ അവരെ അറിയാം, പക്ഷേ ഇസ്ലാമിൻ്റെ പേരിൽ സ്പെയിൻ നാം അറിയാറില്ല. 700 കൊല്ലക്കാലം സ്പെയിൻ ഭരിച്ചത് മുസ്ലിങ്ങളായിരുന്നു. ആ മുസ്ലിം രാജ്യത്തെ തകർക്കാൻ വേണ്ടി ജൂതന്മാർ അവർ പരിപാടിയെടുക്കുകയും ക്രിസ്ത്യാനികൾ അവിടേക്ക് ചാരനെ അയച്ചുകയും ചെയ്തു. ചാരൻ അവിടെ എത്തിയപ്പോൾ ഇസ്ലാമിക സൈന്യത്തിലേക്ക് അവിടെ റിക്രൂട്ട്മെന്റ് നടക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ കരയുന്നു. ഈ ചാരൻ ചെന്ന് ചോദിച്ചു, മകനെ നീ എന്തിനാണ് കരയുന്നത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞതാ, അങ്ങപ്പുറത്ത് ഇസ്ലാമിക സൈന്യത്തിലേക്ക് ആളുകളെ എടുക്കുകയാണ്. ഞാൻ കുറേ ശ്രമിച്ചു, പക്ഷേ എനിക്ക് നെഞ്ചളവില്ലാത്തത് കൊണ്ട്, എനിക്ക് ഉയരമില്ലാത്തത് കൊണ്ട് അവരെന്നെ ഒഴിവാക്കി, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ ചാരൻ തിരിച്ചുപോയി രാജാവിനോട് പറഞ്ഞു, ക്രിസ്തീയ രാജാവോട് പറഞ്ഞു, രാജാവേ സമയമായിട്ടില്ല കേട്ടോ, കാരണം സ്പെയിനിലെ ചെറുപ്പക്കാരൊന്നും കരയുകയാണ് ഇസ്ലാമിക സൈന്യത്തിൽ ചേർക്കാത്തതിൻ്റെ പേരിൽ, അവന് ഉയരമില്ലാത്തതിൻ്റെ പേരിൽ അവൻ കരയുകയാണ്, സമയമായിട്ടില്ല രാജാവേ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. കാലങ്ങൾക്ക് ശേഷം ജൂതന്മാരും ക്രിസ്ത്യാനികളും പ്രവർത്തിച്ചു. സ്പെയിനിൽ സ്പോർട്സും അതേപോലെ തന്നെ സംഗീതവും വ്യാപിപ്പിച്ചു. കാലങ്ങൾക്ക് ശേഷം ഇതേപോലെ രാജാവ് ചാരനെ അയച്ചു. അപ്പോഴുമുണ്ട് ഒരു ചെറുപ്പക്കാരൻ കരയുന്നു. ചെറുപ്പക്കാരനോട് ചോദിച്ചു, മകനെ നീ എന്തിനാണോടോ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്കൊരു കാമുകി ഉണ്ടായിരുന്നു, ആ കാമുകി നഷ്ടപ്പെട്ട വേദന കൊണ്ടാണ് ഞാൻ കരയുന്നത്. അവൾ എന്നെ വഞ്ചിക്കുകയും മറ്റൊരുത്തൻ്റെ കൂടെ പോവുകയും ചെയ്തു, അതിൻ്റെ പേരിലാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞപ്പോൾ
ചാരൻ തിരിച്ചു വന്ന് സന്തോഷത്തോടു കൂടി രാജാവിനോട് പറഞ്ഞു, സമയമായിട്ടുണ്ട് രാജാവേ. യുദ്ധത്തിൽ ചേർക്കാത്തതിൻ്റെ പേരിൽ കരഞ്ഞ ചെറുപ്പക്കാരൻ്റെ സ്ഥാനത്ത് പ്രേമത്തിൻ്റെ കാമുകി ചതിച്ചതിൻ്റെ പേരിൽ കരയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മുസ്ലിം ചെറുപ്പക്കാരെ സംഗീതത്തിൻ്റെയും കായികാഭ്യാസത്തിൻ്റെയും പേരിൽ മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് രാജാവേ. നമ്മുടെ പ്രവർത്തനം ഫലം കണ്ടു. സ്പെയിനിലേക്ക് നടക്കൂ, സൈന്യത്തെ സജ്ജീകരിക്കൂ എന്ന് പറഞ്ഞ് സ്പെയിൻ പിടിച്ചടക്കുകയാണ്, മുസ്ലിങ്ങളിൽ നിന്ന് പിടിച്ചടക്കുകയാണ്. ഇങ്ങനെയാണ് ഇന്ന് സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ, സംഗീതം കേൾക്കരുത് മക്കളെ, സംഗീതത്തിൻ്റെ ആളാകരുത് മക്കളെ എന്ന് പറയുമ്പോൾ മുസ്ലിം സംഘടനകൾ തന്നെ ചാനൽ തുടങ്ങുകയാണ്. ചാനൽ തുടങ്ങി മുസ്ലിങ്ങളോട് പറയുന്നു, ഞങ്ങളുടെ ചാനൽ കാണൂ, റമദാനിലെ സ്പെഷ്യൽ പ്രോഗ്രാം പാട്ടും സംഗീതവുമാണ്. സംഗീതം വേണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില മുസ്ലിം സംഘടനകൾ പറയുന്നു, സംഗീതത്തിന് എന്താണ് കുഴപ്പം? ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാ യജ്തമിഗാനി ഹുബ്ബുൽ ഖുർആനി വഹുബ്ബുൽ ഗിനാ ഫീ ഖൽബി അബ്ദിൻ. ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ സംഗീതത്തോടുള്ള സ്നേഹവും വിശുദ്ധ ഖുർആനോടുള്ള പ്രേമവും ഒരുമിച്ച് നിൽക്കില്ല, അത് രണ്ടും ഭിന്നമായി കൊണ്ടിരിക്കും. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കാരണം മുസ്ലിം ലോകത്തെ നശിപ്പിച്ചതിൻ്റെ പേരിൽ ഈ സംഗീതത്തിനും ഈ ആട്ടിനും ഈ പാട്ടിനും ഈ ആഭാസത്തരങ്ങൾക്കും ഈ ആക്ഷേപങ്ങൾക്കും ഈ ഹാസ്യങ്ങൾക്കുമൊക്കെ പങ്കുണ്ടായിരുന്നു. മുസ്ലിം സമൂഹത്തോടും മുസ്ലിം സംഘടനകളോടും നമ്മൾ ഇന്നാണ് പറയുന്നത്. ഇന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജൂതൻ്റെ ഏതൊരു പ്രവർത്തനം നടന്നാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും ഇസ്ലാമിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ ബേജാറാവരുത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കൊരു കാലം വരും, ജീവിതത്തിൽ ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാലം വരും. ആ കാലത്ത് മുസ്ലിങ്ങൾ ജൂതനോട് യുദ്ധം ചെയ്യും. മുസ്ലിങ്ങൾ ജൂതനോട് യുദ്ധം ചെയ്യുമ്പോൾ ജൂതൻ പേടിച്ച് ഗിർഖദ് എന്ന മരത്തിന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കും. ആ സമയത്ത് ആ മരം വിളിച്ചു പറയും, യാ അബ്ദല്ലാ യാ മുസ്ലിം തആൽ യഹൂദിയുൻ വറായി ഉഖ്തുലൂ. ആ ഗിർഖദ് എന്ന മരം വിളിച്ചു പറയും. ഗിർഖദല്ലാത്ത മരങ്ങളെല്ലാം വിളിച്ചു പറയും. ഗിർഖദ് മാത്രമായിരിക്കും ജൂതനെ സംരക്ഷിക്കുന്നത്. ഗിർഖദ് എന്നുള്ള മരം ജൂതന്റെ മരമായിട്ടാണ് അറിയപ്പെടുന്നത്. അത് അവനെ സംരക്ഷിക്കും. അതല്ലാത്ത മരങ്ങളും കല്ലുകളും വിളിച്ചു പറയും. എന്ത് പറയും? യാ അബ്ദല്ലാ, അള്ളാഹുവിന്റെ അടിമയായ മുസ്ലിമേ, ഹാദാ യഹൂദിയുൻ വറായി, എന്റെ പിന്നിൽ ഇതായി ഒരു ജൂതൻ ഇരിക്കുന്നു, ഇഖ്തുലൂ, നീ അവനെ കൊല്ല് എന്ന് പറയുന്ന ഒരു കാലം മുസ്ലിങ്ങൾക്ക് വരും. അള്ളാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മഹ്ദി ഇമാമിന്റെ വരവോടുകൂടി, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവോടുകൂടി ആ കാലം തീർച്ചയായും ഇൻഷാ അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി മുസ്ലിങ്ങൾക്ക് സംഭവിക്കും. അന്ന് ഗിർഖദ് എന്നുള്ളൊരു മരം മാത്രമായിരിക്കും അവനെ സംരക്ഷിക്കുക. അതുകൊണ്ടാണ് ജൂതന്മാർ ഇസ്രായേലിൽ ഗിർഖദ് എന്നുള്ള മരം നട്ടുപിടിപ്പിക്കുകയാണ്. ജൂതനറിയാം മുഹമ്മദ് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചരിത്രത്തിൽ സംഭവിക്കുമെന്ന്. അങ്ങനത്തെ ഒരു കാലം വരും. അതുകൊണ്ട് നമ്മളാരും ഇസ്ലാമിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ലോകത്ത് നടന്നാലും, മുസ്ലിങ്ങൾ പരസ്പരം കൊന്നു കൊലവിളിച്ചാലും, പരസ്പരം കടിച്ചു കീറിയാലും, ഇറാഖിലും ബാഗ്ദാദിലും അഫ്ഗാനിലും ഒക്കെ മുസ്ലിങ്ങൾ പരസ്പരം കൊന്നുകൊല വിളിക്കുന്നു. പരസ്പരം അങ്ങ് ഇസ്രായേലിലെത്തുമ്പോൾ ജൂതന്റെ കൈകളാൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു. ഇങ്ങ് ഇന്ത്യയിലും അതേപോലെ തന്നെ മറ്റുള്ള നേപ്പാളിലുമൊക്കെ എത്തുമ്പോൾ ഫാസിസ്റ്റുകളുടെ കൈകളാൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു. അങ്ങ് ബർമയിൽ കഴിഞ്ഞ മാസങ്ങളിൽ നടന്നത് ബുദ്ധന്മാരെന്ന് പറയുന്ന ഒരു ഉറുമ്പിനെ പോലും കൊല്ലുന്നത് അഹിംസയാണെന്ന് പറയുന്ന ബുദ്ധമതത്തിന്റെ ആചാര്യൻ പഠിച്ച ബുദ്ധമതം, മുശ്രിക്കുകളുടെ മതമായ ബുദ്ധമതം, ബുദ്ധിസ്റ്റുകൾ അങ്ങ് ബർമയിൽ മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി നടത്തി. അവിടുത്തെ വൃത്തികെട്ട ഭരണാധികാരി യുണൈറ്റഡ് നാഷൻ എഴുതി, ഇങ്ങ് 1.5 ലക്ഷത്തോളം മുസ്ലിങ്ങളെ ബർമയിൽ നിന്നൊക്കെ നാട് കടത്തണമെന്ന്. മത്തി അങ്ങ് കടൽ തീരത്ത് മത്തി അട്ടിയിടുന്നത് പോലെയാണ് പാവപ്പെട്ട മുസ്ലിങ്ങളെ ഒരു ഉറുമ്പിനെ പോലും കൊല്ലരുതെന്ന് പറയുന്ന ബുദ്ധഭിക്ഷുക്കൾ കൊന്നൊടുക്കി. എല്ലാവരും കൊന്നിട്ടും ഇനിയും ബാക്കി നിൽക്കുന്നു ഈ സമൂഹം. അള്ളാഹുവേ, ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണേ നാഥാ. എല്ലാവരും കുതന്ത്രം നയിച്ചിട്ടും എല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ഈ സമൂഹം വീണ്ടും വീണ്ടും ഭിന്നിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നു. ആരുണ്ട്? ബർമയിലെ പാവപ്പെട്ട മുസൽമാന് വേണ്ടി പ്രാർത്ഥിക്കണം സഹോദരന്മാരെ. ലോകത്തെ മുസ്ലിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ സ്വർഗത്തിന് വേണ്ടി, നമ്മുടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി,
നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടുകൂടെ തന്നെ നമ്മുടെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കും. നമ്മൾ മുവഹിദുകളാണ്, അള്ളാഹുവിൻ്റെ തൗഹീദുള്ളവരാണ്, ബിദ്അത്ത് ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാത്തവരാണ്, സുന്നത്തെടുക്കാൻ താല്പര്യമുള്ളവരാണ്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയല്ലാതെ അങ്ങാടികളിൽ ബാനർ പിടിച്ച് സമരം ചെയ്തതുകൊണ്ട് ബർക്കത്തില്ല. മറിച്ച് റൂമുകളിലിരുന്നോ പള്ളികളിലിരുന്നോ സുജൂദിലിരുന്ന് പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കും. ഇത് കൊന്നു തിന്നാൽ തീരുന്നതല്ല, ഇത് തീരില്ല. ബാഗ്ദാദിൽ എന്ത് തുടങ്ങിയതാണ് അക്രമം? നിങ്ങൾക്കറിയുമോ താർത്താരികളുടെ അക്രമം? AD 1100 മംഗോളിയന്മാർ, അങ്ങ് റഷ്യയിൽ നിന്ന് വരുന്ന മംഗോളിയൻസ്, അവർ വളരെ ക്രൂരന്മാരായിട്ടാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അവരുടെ നേതാവായിരുന്ന ചെങ്കിസ് ഖാൻ അദ്ദേഹത്തെ ഒരു യാത്രാ സംഘത്തെ ബാഗ്ദാദിലേക്ക് അയച്ചു. ആ യാത്രാ സംഘത്തെ ബാഗ്ദാദിലുണ്ടായിരുന്ന അവിവേകിയായ മുസ്ലിം ഭരണാധികാരി അന്ന് അവരെ കൊന്നു. അതിന് പകരമായിട്ട് ക്രൂരന്മാരായ മംഗോളിയയുടെ നേതാവായ ചെങ്കിസ് ഖാൻ തീരുമാനിച്ചു, എങ്കിൽ ബാഗ്ദാദ് ഞാൻ കത്തിത്തീർക്കും, ബാഗ്ദാദിനെ ഞാൻ കത്തിക്കുമെന്ന് പറഞ്ഞ് അങ്ങ് മംഗോളിയയിൽ നിന്ന് റഷ്യയുടെ ആ ഭാഗത്ത് നിന്ന് ബാഗ്ദാദിലേക്ക് പട നയിച്ചു മംഗോളിയർ. 1100 മംഗോളിയൻ പട ബാഗ്ദാദിൻ്റെ കവാടത്തിലെത്തി. മുസ്ലിങ്ങൾക്ക് തെറ്റ് ചെയ്ത അവിവേകിയായ ഈ ഭരണാധികാരിക്ക് മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. മംഗോളിയൻ പട അങ്ങ് ബാഗ്ദാദിലേക്ക് കയറി. ചരിത്രത്തിലെ ക്രൂരന്മാരറിയപ്പെടുന്ന ഈ മംഗോളിയർ പള്ളികൾ തകർത്തു, ഗ്രന്ഥശാലകൾ തകർത്തു. അന്ന് എല്ലാ വിജ്ഞാനവും ഉണ്ടായിരുന്നു, മുസ്ലിങ്ങളുടെ അടുത്തായിരുന്നു. ഇങ്ങ് ഫിസിക്സിലും ഊർജതന്ത്രത്തിലും രസതന്ത്രത്തിലും അതേപോലെ തന്നെ കണക്ക് ശാസ്ത്രത്തിലുമൊക്കെ മാത്തമാറ്റിക്സിലുമൊക്കെ ശക്തന്മാരായ ഭരണാധികന്മാരും ഫിലോസഫേഴ്സും ഒക്കെ ഉണ്ടായിരുന്ന ബാഗ്ദാദ്, ആ ബാഗ്ദാദിലെ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമറിയുന്ന ലൈബ്രറികൾ കത്തി നശിപ്പിച്ചു, പള്ളികൾ നശിപ്പിച്ചു. മാത്രമല്ല, ചെങ്കിസ് ഖാന്റെ കാലത്തിന് ശേഷം ഹുലാഗു ഖാൻ എന്ന് പറയുന്ന അദ്ദേഹത്തെക്കാളും വൃത്തികെട്ട അദ്ദേഹത്തിൻ്റെ മകൻ സഹിയൂൻ നദി എന്ന് പറയുന്നൊരു അണക്കെട്ടുണ്ടായിരുന്നു സഹിയൂൻ നദിക്ക്. ആ സഹിയൂൻ നദിയുടെ അണക്കെട്ട് പൊട്ടിച്ച് 50 ലക്ഷം മുസ്ലിങ്ങളെ വധിച്ചു. തീർന്നോ മുസ്ലിങ്ങൾ? ബാഗ്ദാദിൽ മുസ്ലിങ്ങൾ തീർന്നോ? 2003 ബുഷും കൂട്ടരും അമേരിക്കയും ബാഗ്ദാദിൽ വന്നിട്ട് ഇന്ന് 2014 കൊല തുടരുകയാണ്. മുസ്ലിങ്ങളുടെ എണ്ണം തീർന്നിട്ടില്ല. ആരെല്ലാം എന്തെല്ലാം കുതന്ത്രം പ്രയോഗിച്ചാലും ഈ മതത്തെ ഇല്ലാതാക്കാൻ, ഈ മതത്തിൻ്റെ ശക്തിയെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല. അതിനെന്ത് വേണം? നേരത്തെ അജ്മൽ മദനി സൂചിപ്പിച്ചതുപോലെ, ബഹുമാന്യനായ കബീർ സലഫി സൂചിപ്പിച്ചതുപോലെ, ഈ ദീനനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഈ ദീനനുസരിച്ച് ജീവിച്ചാൽ ഒരാൾ നമ്മളെ കൊന്നാലും ഷഹീദിൻ്റെ കൂലിയോടുകൂടി മരിക്കാൻ തയ്യാറായി നമ്മൾ ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഇന്നിനേക്കാൾ നല്ലൊരു കാലം നാളെ വരാനില്ല, നാളെയേക്കാൾ നല്ലൊരു കാലം മറ്റന്നാൾ വരാനില്ല. കാലം വളരെ മോശമാണ്. ദീനിനെ കുറിച്ച് പരിഹസിക്കുന്നവർ, ദീനിനെ ആക്രമിക്കുന്നവർ, അതിൻ്റെ കാലം നടന്നുകൊണ്ടേയിരിക്കുകയാണ്, അതിൻ്റെ കാലം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ സൂറത്ത് നൂറിൽ അല്ലാഹു പറഞ്ഞു, വഅദല്ലാഹുല്ലദീന ആമനു, നമ്മളൊരിക്കലും നിരാശപ്പെടരുത്, സത്യവിശ്വാസികൾ ഒരിക്കലും നിരാശപ്പെടരുത്. കണ്ടില്ലേ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്ന് അവിശ്വാസികളും ചാനലുകാരും പറയുമ്പോൾ അതിൽ ഒരിക്കലും നിരാശപ്പെടുന്നവരായിരിക്കരുത് മുസ്ലിം എപ്പോഴും അല്ലാഹുവിൻ്റെ ഖുർആനിൽ വഅദല്ലാഹുല്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, മിൻകും നിങ്ങളിൽ നിന്നുള്ള, വഅമിലുസ്സാലിഹാത്തി സൽക്കർമ്മം പ്രവർത്തിക്കുന്നവർക്കും അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ളവരെ നന്നാക്കിയതുപോലെ പിന്തുടർച്ചക്കാരാക്കിയതുപോലെ നിങ്ങളെയും അല്ലാഹു പിന്തുടർച്ചക്കാരാക്കും. വലിയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതളാ ലഹും, അവർ തൃപ്തിപ്പെട്ട മതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആചരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൗകര്യം ചെയ്തു കൊടുക്കും. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതളാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്തിന് ശേഷം അവർക്ക്
ഒരു ഭയത്തിനു ശേഷം ഒരു നിർഭയത്തിൻ്റെ അവസ്ഥ തരും. അതിനെന്ത് വേണം? ലാ യുശ്രിക് യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ഷൈആ. നിങ്ങൾ എന്നെ ആരാധിക്കണം, ഷിർക്ക് ചെയ്യാൻ പാടില്ല. അതാണ് അള്ളാഹിൻ്റെ ഡിമാൻഡ്. ഈ ഡിമാൻഡ് നമ്മൾ പൂർത്തീകരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആദർശമാണ് കേരളത്തിലെ കേരള നദവത്തുൽ മുജാഹിദീനും ലോകത്തിലെ സലഫി പ്രസ്ഥാനവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആദർശത്തിലേക്കാണ് ഇതേപോലെയുള്ള പരിപാടികൾ വെച്ച് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ലക്ഷ്യവുമില്ല. ആർക്കെങ്കിലും നേതാവാകണമെന്നോ മറ്റെന്തെങ്കിലും ആളുകളെ കൂട്ടണമെന്നോ മറ്റൊരു ലക്ഷ്യവുമില്ല. ഇതിൻ്റെ പരിപാടിയായിട്ട് ഇങ്ങ് ഈസ്റ്റേൺ പ്രൊവിൻസിൽ പല സ്ഥലങ്ങളിലായിട്ട് ക്ലാസ്സുകളും പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഖത്തീഫിലും മസ്ജിദ് അബു ആയിഷയിൽ എല്ലാ വെള്ളിയാഴ്ചയും ജുമയ്ക്ക് ശേഷം വലിയ പള്ളിക്ക് തൊട്ടുള്ള ചെറിയ പള്ളിയിൽ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അത്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കുക. ദീനിൻ്റെ കൂടുതൽ കർമ്മങ്ങൾ ചെയ്ത് വിശ്വാസികളായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലൊരു വേദിയിൽ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ആമീൻ ആമീൻ വറഹ്മതിക യാ അർഹമർ റഹീമീൻ.